കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം നമ്മളെ ജീവനോടെ ഇരുത്തി ആ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ആ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും നമുക്ക് കരയേറ്റാം. അതെ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ, അതെ, നമുക്ക് പ്രതിഫലം തരുവാൻ തക്കവണ്ണം കർത്താവ് ഇനിയും അധിക നാളില്ല നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കുവാൻ വരുവാൻ. അതെ, ആ ദൈവിക ഭവനത്തിൽ നമുക്ക് പുതിയ വീടുകൾ ഒരുക്കിയിട്ട് കർത്താവ് നമ്മളെ കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുവാൻ തക്കവണ്ണം അധികം താമസമില്ലാതെ വരും. ആ താമസമില്ലാതെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാവർക്കും കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ മാതാപിതാക്കൾ, എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും എൻ്റെ വന്ദനം ഒന്നുകൂടെ അറിയിക്കുന്നു. നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ.
കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 17-ാം സങ്കീർത്തനം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റ് അവനോടെതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എൻ്റെ പ്രാണനെ നിൻ്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. അവർ ഞങ്ങളുടെ കാലടി വളഞ്ഞു. ഒരാളല്ല, കൂട്ടമാണ് അവരുടെ നോട്ടം. ഒരു മൊർദെഖായി നിമിത്തം യഹൂദന്മാരെയും കൊല്ലാനാണ് ഹാമാൻ ശ്രമിക്കുന്നത്. അന്ധകാര പ്രഭു കർത്താവിനുള്ളവരെ എല്ലാം പകയ്ക്കുന്നു. നമ്മുടെ ഓരോ കാലടിയിലും നമ്മെ വീഴ്ത്തുവാനായി ശത്രു ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം എത്രയും ശ്രദ്ധയുള്ളവരായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. 1 ശമൂവേൽ 23-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ തന്നെ അവർ നിലത്ത് താഴേക്ക് തന്നെ ദൃഷ്ടി വയ്ക്കുന്നു. ഇവിടെ എതിരാളിയെ ഇടിച്ചു താഴ്ത്തുന്നതിന് മുമ്പായി തൻ്റെ തല കീഴോട്ട് കുനിച്ച് ലക്ഷ്യം പിടിച്ച് ഇരയുടെ നേരെ ഊക്കോടെ പാഞ്ഞടുത്ത് ഇടിച്ച് താഴെ ഇടുന്നത് പോലെയാണ് ദുഷ്ടൻ്റെ ശ്രമം. ഇത് ഒരു മൂരി അല്ലെങ്കിൽ ഒരു കാളയുടെ രീതിയാണ് ഈ പറഞ്ഞത്. 12-ാം വാക്യത്തിൽ പറയുന്നത്, കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹത്തേക്കാൾ ഒട്ടും മോശമല്ല പിശാച്. അതെ, ആത്മാക്കളുടെ രക്തമാണ് ശത്രുവിന് വേണ്ടത്. അതിനായി ഏത് തന്ത്രവും അവൻ പ്രയോഗിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ സുരക്ഷിതമാണെന്ന് തോന്നുന്ന സ്ഥാനത്ത് പതിയിരിക്കുന്ന ശത്രു നമ്മുടെ മേൽ ചാടി വീഴുവാൻ സാധ്യതയുള്ളതുകൊണ്ട് നാം ജാഗ്രതയോടെ ഇരിക്കണം. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം എന്നതും പതിയിരിക്കുന്ന ബാലസിംഹം എന്നതും ഇവിടെ സവിശേഷമായ ഉപമാന ഭംഗിക്ക് ഉദാഹരണമാണ്. വാക്യം 13-ൽ പറയുന്നു, ദൈവം എഴുന്നേറ്റ് ശത്രുവിനെ എതിരിടുമ്പോൾ യുദ്ധം എത്രയും വേഗം അവസാനിക്കുമെന്ന്. ഹല്ലേലൂയ. തള്ളിയിടണമേ എന്ന് വെച്ചാൽ അവൻ അടിപ്പണിയുവാൻ ഇടയാക്കണമേ എന്നർത്ഥം. അതായത് സാത്താൻ നമ്മുടെ കർത്താവിൻ്റെ പാദങ്ങൾക്ക് കീഴെ ചതയ്ക്കപ്പെടുന്ന നാൾ എത്ര തേജസ്സേറിയതായിരിക്കും. അന്ന് കർത്താവിനോടുകൂടെ നാമും ഉണ്ടായിരിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യവും ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യവും നിങ്ങൾ വായിച്ചു നോക്കുക. കർത്താവിൻ്റെ ക്രോധ ദിവസത്തിൽ സാത്താൻ ചതയ്ക്കപ്പെടും. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ലൗകിക പുരുഷൻ എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ പുരുഷന്മാർ എന്നർത്ഥം. വരുവാനുള്ള ലോകത്തിൻ്റെ അല്ല, ഇന്നത്തെ ഇടുങ്ങിയ മൺമയമായ ലോകത്തിൻ്റെ മക്കൾ എന്നർത്ഥം. അവർക്ക് ശവക്കുഴിക്ക് അപ്പുറം യാതൊരു പ്രത്യാശയുമില്ല. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ മുടിയനായ പുത്രനെ പോലെ പിതാവിൻ്റെ സമയം വരെ കാത്തിരിക്കുവാൻ ക്ഷമയില്ല. ഈ ആയുസ്സിൽ മാത്രം പ്രവേശിച്ചിരിക്കിയാൽ അവർ അരിഷ്ടന്മാരത്രേ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. ഈ പന്നികളുടെ വയറ് നിറയ്ക്കുവാനുള്ള വാളര ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ഉദാരനായ മനുഷ്യൻ
പട്ടികൾക്ക് എല്ല് നിഷേധിക്കാറില്ലല്ലോ, അതുപോലെ ദൈവം തൻ്റെ ശത്രുക്കൾക്കും അവരുടെ ഓഹരി കൊടുക്കും. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. ഇയ്യോബ് 21:7-11 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അതും ദൈവം അവർക്ക് അനുവദിക്കുകയാണ്. അവർ ഒന്നും കുറവില്ലാതെ ജീവിച്ച് മരിച്ചു. പക്ഷേ ദൈവകൃപയുടെ കുറവ് അവർ കണക്കിൽ എടുത്തില്ല. ചുരുങ്ങിയ കാലത്തേക്കുള്ളത് അവർ സമ്പാദിച്ചു, നിത്യതയ്ക്കുള്ളത് മറന്നുപോയി. എന്നാൽ ദൈവമേ, നിന്നിൽ ആരംഭിച്ചിട്ട് അവസാനിക്കുന്ന ജനം എത്ര ഭാഗ്യവാന്മാർ. 17-ാം സങ്കീർത്തനത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഹല്ലേലൂയ, ഒരു മൊർദെഖായി അല്ലെങ്കിൽ ഒരു എസ്തേർ കാരണം യഹൂദന്മാരുടെ ആ രക്ഷയ്ക്കായിട്ട് ദൈവം കണ്ടെങ്കിൽ പിശാചും ഹാമാനിൽ കൂടി ഒരു കൂട്ടം ജനത്തെ, യഹൂദന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടി പിശാച് അങ്ങനെ ചെയ്തുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദൈവജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കൂട്ടം ദൈവമക്കളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഒരു കൂട്ടം കർത്താവിനെ കാണാത്ത ഒരു കൂട്ടം ജനത്തെ ഒന്ന് വിടുവിക്കാനോ അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ സഹായത്തോടെ നമുക്ക് അതിനായൊരു ശുശ്രൂഷയ്ക്കായി നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷക അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച വൃതന്മാരെ ഏത് നിമിഷവും തകർക്കാൻ വേണ്ടി പിശാച് നോക്കിയിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ്. ഹല്ലേലൂയ. ഒരു യഹൂദന്മാരെ മൊത്തം വിടുവിക്കാൻ തക്കവണ്ണം മൊർദെഖായിൽ കൂടി എസ്തേറിനെ ദൈവം ഉപയോഗിച്ചപ്പോൾ അവിടെ ഹല്ലേലൂയ ഹാമാൻ എന്താ ചെയ്തു? ഹാമാൻ ഒരു കഴുമര ഒരുക്കുവാനിടയായി. എന്നാൽ എപ്പോഴും ഒരു കാര്യം വിചാരിക്കണം, ജയം ദൈവത്തിന് മാത്രമാണ്. പിശാച് എത്ര പദ്ധതി കൂട്ടിയാലും നമ്മുടെ കർത്താവിന് തന്നെയാണ് ജയം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കണം എന്ന് തീരുമാനമെടുത്ത് നമ്മൾ ദൈവസന്നിധിയിൽ നന്നായിട്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധയായി ഞാൻ ഇറങ്ങിത്തിരിച്ച സമയം മുതൽ ഈ സമയം വരെയും വെല്ലുവിളികളുടെ ഒരു ഭയങ്കരമായ അവസ്ഥയിൽ കൂടാണ് ഞാൻ ഈ നിമിഷം വരെയും നിൽക്കുന്നത്. എന്നാൽ ഈ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ പോലും ഹല്ലേലൂയ, ഞങ്ങൾ ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്ത് നടക്കുമ്പോൾ തന്നെ പിശാചും അതുപോലെ നമ്മളെ തകർക്കുവാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, എത്രത്തോളം നാം ദൈവത്തിൽ ആശ്രയിക്കുന്നോ അത്രത്തോളം നമ്മളെ പുറകോട്ട് വലിക്കുവാനും പിശാച് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വാസ്തവമായൊരു കാര്യമാണ്. എന്നാൽ എത്ര പറഞ്ഞാലും പിശാച് തോറ്റവനാണ്. അവനെ കാൽവറിയിൽ അവൻ്റെ തലയെ തകർത്തതാണ്. അവൻ്റെ വാല് മാത്രമേ ഉള്ളൂ. അവൻ ഏതൊക്കെ തരത്തിൽ നമ്മൾ കർത്താവ് വരുമ്പോഴത്തേക്ക് ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ 24 മണിക്കൂറിൽ ഹല്ലേലൂയ 24 മണിക്കൂറിന് 1 സെക്കൻഡ് മുമ്പ് വരെയും നമ്മൾ കർത്താവിനോട് പാടി പ്രാർത്ഥിച്ച് ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നാലും 1 സെക്കൻഡ് കൊണ്ട് അവൻ്റെ പദ്ധതിയെല്ലാം പൂർത്തിയാക്കുവാൻ തക്കവണ്ണം പിശാച് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ മുമ്പേ ഞാൻ പറഞ്ഞ അലറുന്ന സിംഹം പോലെ അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന്, ബാലസിംഹം പോലെ അവൻ ശക്തിയോടെ നമ്മളെ തകർക്കുവാൻ അവൻ നോക്കുമ്പോഴും ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ജയം കർത്താവിനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് ക്ഷീണിച്ചു പോയവരാണോ? നിരാശപ്പെട്ടവരാണോ? വിശ്വാസത്തിൽ വന്നു പോയല്ലോ, ഇനിയും എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വരെ വേദനിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് നമുക്കറിയാം. എന്ത് ചെയ്യാനാ? ഇത്രയും ഈ പ്രതിസന്ധി വന്നിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ ഒരു തരത്തിലും പറ്റുന്നില്ല, അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന വിശ്വാസി സമൂഹമുണ്ട് നമ്മുടെ ഇടയിൽ. ഹല്ലേലൂയ.
എന്നുവെച്ചാൽ മനസ്സാകെ തകർന്ന് തരിപ്പണമായി നിരാശരായി അസ്വസ്ഥരായിരിക്കുന്ന അതേ വ്യക്തി ജീവിതങ്ങളെ എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥയിൽ അവരെത്തപ്പെടുന്നത്? ഏതെങ്കിലും വിഷയത്തിൽ അവർ ഭാരപ്പെട്ട് അസ്വസ്ഥരായി തകർന്ന് നിരാലംബരായി നിരാശരായി ഇരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് ചേർന്ന് നടക്കുകയും ചെയ്യുമ്പോൾ തന്നെ പിശാചിൻ്റെ ഒരു വെല്ലുവിളിയും ആമേൻ അവരോട് കൂടെയുണ്ട്. എന്നാൽ ഈ വെല്ലുവിളികളെ ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തോടുള്ള ആഴമായ ഒരു ബന്ധവും ദൈവത്തോടുള്ള ആ പ്രാർത്ഥന, ഇടവിടാതുള്ള പ്രാർത്ഥനയും വചനധ്യാനവും കർത്താവിലുള്ള സമർപ്പണവും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുകയുമാണെങ്കിൽ മാത്രമേ ഈ പിശാചിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. അതായത് നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിൽക്കണം. ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ പതറിപ്പോകാറുണ്ട്, വീണുപോകുന്ന സമയമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എത്ര ശക്തന്മാരായ ശുശ്രൂഷകന്മാരാണെങ്കിലും വീണുപോയ ഒരു പണ്ട് കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, ശുശ്രൂഷകന്മാർ വീണുപോയ സമയങ്ങളുണ്ട്. എന്നാൽ പെതുക്കെ അവർ വീണിട്ട് എഴുന്നേറ്റ് ദൈവസന്നിധി നിലമ്പാട് വീഴുമ്പോൾ നിന്റെ പാപം എത്ര കടുംചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ സന്നിധിയിൽ അവർ നിലമ്പാട് വീഴുമ്പോൾ ദൈവം അവരെ, ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒരു അമ്മ മനസ്സ് നമ്മുടെ കർത്താവിനുണ്ട്. ഇന്ന് പകൽക്കാലം നീ ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെട്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ എല്ലാം പരാജയമാണ്, ഞാൻ തൊടുന്നതെല്ലാം പരാജയമാണ്, എനിക്കൊരു നന്മ കാണുന്നില്ല, ഞാൻ ഈ ദൈവത്തെ വിളിച്ചിറങ്ങിയിട്ട് എനിക്കൊരു ആശ്വാസമില്ല, സ്വസ്ഥതയില്ല എന്ന് നീ മടുത്തു പോയിട്ടുണ്ടോ? നിശ്ചയമായിട്ടും നിന്നെ ഈ കഷ്ടത്തിനകത്തൂടെ കടത്തിക്കൊണ്ട് പോകുന്നത് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനും നിന്നെ മെച്ചുവറുള്ള നല്ലൊരു മെച്ചുവറായിട്ട് നല്ലൊരു ഉറപ്പും ധൈര്യമുള്ളവനായ ഒരു നല്ല ശക്തനായ ശുശ്രൂഷകനാക്കാനോ അല്ലെങ്കിൽ ദൈവത്തിൽ അടിയുറച്ച് നിൽക്കാൻ കൊണ്ടുപോകുന്ന ഈ പരീക്ഷണത്തിനകത്ത് ആമേൻ, സ്തോത്രം, നീ ദൈവത്തിൽ അടിയുറച്ച് നിന്നാൽ നീ വിജയിക്കുവാൻ തക്കവണ്ണം വിജയിച്ചവൻ്റെ മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ, കാൽവറിയിൽ ജയിച്ചവൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് തകർന്നു പോകാതെ, പതറിപ്പോകാതെ, വീണു പോകാതെ ദൈവത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുമെങ്കിൽ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന നമ്മുടെ കർത്താവ് ശത്രുവിൻ്റെ ആരവവും ദുഷ്ടൻ്റെ പീഡയും നമ്മളെ വല്ലാതെ പൊറുതിയില്ലാതെ ഞരങ്ങാൻ തക്കവണ്ണം നമ്മളെ ആക്കുമ്പോൾ തന്നെ ദൈവം അവിടെ അടങ്ങിയിരിക്കില്ല. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോകും. പ്രിയ ദൈവ പൈതലേ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് ഏതൊക്കെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ കൂടെ ഞാൻ നടക്കും, എൻ്റെ ദൈവത്തിൻ്റെ കരത്തെ പിടിച്ചാണ് നടക്കുന്നത്, ശത്രുവിനെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്നുള്ള ഉൾബലവും ദൈവത്തിലൊരു ആശ്രയവും ദൈവത്തിൻ്റെ ആ ശക്തിയും ബലവും നമ്മുടെ അകത്തുണ്ടെങ്കിൽ ശത്രുവിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യോബിൻ്റെ ചുറ്റും വേലി കെട്ടി ദൈവം സൂക്ഷിച്ചപ്പോൾ ഹല്ലേലൂയ, പിശാച് പറഞ്ഞു, നീ ആ വേലി ഒന്ന് എടുത്ത് മാറ്റാമോ? നീ അവന് അത്രയൊക്കെ സമ്പത്തും അല്ലെങ്കിൽ മൃഗസമ്പത്തും ധനവും മാനവും തലമുറകൾ പുത്രസമ്പത്തും ഒക്കെ കൊടുത്ത് അവൻ നല്ലത് കൊടുത്തത് കൊണ്ടാണ് അവൻ നിന്നെ തള്ളി പറയാത്തതെന്ന് പറഞ്ഞപ്പോഴും ഹല്ലേലൂയ, നീ അവൻ്റെ പ്രാണനെ ഒഴിച്ച് ബാക്കിയെല്ലാം നീ എടുത്തോ, എന്നെ അവൻ തള്ളി പറയത്തില്ലെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടാകണമെങ്കിൽ ആ യോബിനെ കുറിച്ച് ദൈവത്തിനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു സാക്ഷ്യമുണ്ടാകാൻ നമ്മൾ ബലഹീനരാണ്. നമ്മൾ ചിലപ്പോൾ തളർന്നു പോകും. എത്ര ശുശ്രൂഷകരാണെന്ന് പറഞ്ഞാലും നമ്മൾ തളർന്നു പോകും പ്രിയ ദൈവ പൈതലേ. അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണെങ്കിലും തളർന്നു പോകും. എന്നാൽ ഹല്ലേലൂയ, ആ ബലമുള്ള കരത്തെ നമ്മൾ പിടിച്ചു നടക്കുകയാണെങ്കിൽ ദൈവിക ബലം നമ്മുടെ മേൽ ആ ശക്തിയും നമുക്ക് ഉണ്ടാകുവാനിടയാകും. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ശക്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹവും ഹല്ലേലൂയ വളരെ പല പ്രാവശ്യം തൻ്റെ രോഗത്തിൽ നിന്ന് കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയെ തികയ്ക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ ഏത് വിഷയത്തിലാണോ, രോഗിയായിട്ടാണോ, വളരെ ശൂന്യതയിൽ കൂടിയാണോ കടന്നു പോകുന്നത്? പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്നുള്ള നിരാശയോടാണോ നീ ജീവിക്കുന്നത്?
ഹല്ലേലൂയ, തലമുറകളുടെ കാര്യത്തിലോ മാതാപിതാക്കളുടെ കാര്യത്തിലോ സഹോദരങ്ങളുടെ കാര്യത്തിലോ കുടുംബ ജീവിതത്തിലോ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികൾ കൂടെ നീ കടന്നു പോകുന്ന ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഉടമയാണോ? നീ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണോ? നിന്റെ വേദന ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്ക് നിന്നയാണെന്ന് നിനക്കൊരു ചിന്ത വരുന്നുണ്ടോ? നിന്റെ കാര്യമൊന്ന് കേൾക്കാൻ ആരുമില്ല, തുറന്നു പറയാൻ ഒരു നല്ല ഹല്ലേലൂയ വ്യക്തി എൻ്റെ മുന്നിലില്ലല്ലോ, ഒന്ന് വിശ്വസിച്ച് എനിക്ക് ആരോടൊന്ന് പറയുവാൻ കഴിയും? പണ്ട് കാലത്ത് തമ്മിൽ ഭാരങ്ങളെ ചുമക്കാൻ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാം, തമ്മിൽ ഒരു ഭാരം ചുമക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര വലിയ ശക്തന്മാരായ ശുശ്രൂഷകരാണെന്ന് പറഞ്ഞാൽ, എത്ര വലിയ വിശ്വസ്തയോടെ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ നാവിൽ നിന്നും പിഴച്ചു പോകും നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ, അവരുടെ വായിൽ നിന്ന് അനേകർ അറിയുവാൻ ഇടയാകും എന്ന് ഭയന്നാണോ നീ ജീവിക്കുന്നത്? പ്രിയ ദൈവ പൈതലേ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ഉടയവൻ, നിന്റെ വിഷമത കേൾക്കുവാൻ വളരെ കാത് ഓർത്തിരിക്കുന്ന ഒരു വ്യക്തി, നിന്റെ സങ്കടങ്ങളെ കാണുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നിന്റെ ദുഃഖം, നിന്റെ പ്രതികൂലം, നിന്റെ പ്രശ്നങ്ങൾ, നീ ഇന്ന് ഒറ്റപ്പെട്ട് ഹല്ലേലൂയ ആരും നിന്നെ സഹായിക്കാനില്ലാതെ നീ തകർന്നിരുന്ന് ഹല്ലേലൂയ ഒരു സ്റ്റെപ്പ് നിനക്ക് മുന്നോട്ട് വെക്കുവാൻ കഴിയാത്ത വണ്ണം ഹല്ലേലൂയ നീ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിന്റെ വേദനയെ കേൾക്കുവാനും നിന്റെ വേദനയെ കാണുവാനും നിനക്ക് മറുപടി തരുവാനും ഒരുവൻ ഉയരത്തിലുണ്ട്. ആ ദൈവത്തിന് സകലതും കഴിയും. ആ ദൈവം എഴുന്നേൽക്കുമ്പോൾ നിന്റെ ശത്രു ചിതറിപ്പോകും. ആ ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര്? ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ ആശ്രയിക്ക്. നിനക്കെന്തെങ്കിലും സ്തോത്രം ഭൗതിക നന്മയ്ക്കുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതും അവൻ്റെ കയ്യിൽ ധനവും മാനവും പുരാതന സമ്പത്തുകളും ഉണ്ട്. നമ്മളൊരു സമ്പന്നൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഒരു വ്യക്തികളിൽ ആശ്രയിക്കരുത്. ഒരു വ്യക്തിയോട് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പല വ്യക്തികളിലും പല കാര്യങ്ങളും വിശ്വാസത്തിൻ്റെ ആഴത്തിൻ്റെ കുറവ് നിമിത്തം ഞങ്ങൾ ആശ്രയിച്ച ഒരു കാലഘട്ടം ഞങ്ങളുടെ മുന്നിലുണ്ട്. ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നാളോട് ഇന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും, അവരെനിക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും, അല്ലെ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞപ്പോഴൊക്കെ കൈമലർത്തി അവർ ആ സമയത്തെങ്ങും ആ ഏറിയലെങ്ങും വരാഞ്ഞ സമയം ഞങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, നീ ഒന്ന് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിന്റെ വേദനകളും സങ്കടങ്ങളും നിഷ്കളങ്കമായിട്ട് വിശുദ്ധിയോടെ നീ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥിക്ക്. നീ ആരുടെ അടുത്ത് പോകണ്ട. നീ പ്രാർത്ഥിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്റെ ആവശ്യങ്ങളുമായി നിറവേറ്റുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. ആ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഒരു ലൗകിക പുരുഷനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ആമേൻ, സ്തോത്രം. അവൻ്റെ ആ ലൗകിക പുരുഷൻ ഈ ലോകത്തിലെ മനുഷ്യരെ കുറിച്ചാണ്. ഈ ലോകത്തിൻ്റെതായ സമ്പത്തും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ സ്ഥാനമാനോ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളും ഈ ലോകത്തിൻ്റെതായ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ മാത്രം ഉദ്ദേശിക്കുന്നവരെ കുറിച്ചാണ് അത് പറഞ്ഞത്. എന്നാൽ ദൈവത്തിങ്കലേക്ക് നിത്യമായ ആ പ്രത്യാശ, ക്രിസ്തുവിങ്കലേക്കുള്ള യഥാർത്ഥ ഒരു ഭക്തനായ വ്യക്തിക്ക് ഈ ലോകത്തിൽ എത്ര കഷ്ടം വന്നാലും അവനെ തൊടുകയില്ല. ആ കഷ്ടത്തിനെക്കാട്ടിലും ദൈവത്തിൻ്റെ ആ നിത്യതയിൽ എത്തപ്പെട്ട് നിത്യത മുതൽ നിത്യത വരെയുള്ള വലിയ ആ ആ സമയം ആ വർഷങ്ങൾ അനേക കോടിക്കണക്കിന് വർഷങ്ങൾ കർത്താവിനോടുകൂടെ വസിക്കുന്ന ആ നിത്യ സൗഭാഗ്യം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഈ ലോകത്തിലേക്കുള്ള കാര്യങ്ങളിലൊന്നും അവൻ ശ്രദ്ധ വയ്ക്കത്തില്ല. അവൻ ബുദ്ധിമാനാണ്. എന്തെന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ളതും ഓർത്ത്, ഈ ലോകത്തിലെ വേദനകളും ഈ ലോകത്തിൽ കൊണ്ട് തീരുന്നതും ഓർത്ത് നമ്മൾ സങ്കടപ്പെടുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലേക്കുള്ള ആ നിക്ഷേപം നമുക്ക് നഷ്ടമാകുകയാണ്. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വേദനിച്ച് നിരാശപ്പെട്ട് മടുത്തു പോകുമ്പോൾ നമ്മുടെ സമയവും ഈ പിശാച് നമ്മളെ ഒരു പ്രത്യേക കാര്യമുണ്ട്. പിശാച് വളരെ ബുദ്ധിമാനാണ്. പിശാച് അവൻ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ ചിന്തിക്കുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും എല്ലാം കളഞ്ഞ് നമ്മൾ അതിലേക്ക് നിരാശപ്പെട്ട് അവൻ നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മളെ തകർത്ത് നമ്മുടെ സമയം കളയുമ്പോൾ നമ്മുടെ ദീർഘമായ നമ്മുടെ ഇവിടെയുള്ള ആ സമയവും നമ്മുടെ ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാതെ നമ്മൾ തകർന്നു പോകുവാൻ ഇടയാകും. അത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. അതുകൊണ്ട് പ്രതികൂലം വന്നാലും
അതിനെപ്പറ്റിയല്ല ചിന്തിക്കേണ്ടത്. കർത്താവ് എന്നുള്ള ഒരു വെളിപ്പാടും കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുകയും ഈ ലോകത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങളും അവസ്ഥകളും എല്ലാം നമ്മളെക്കുറിച്ച് അറിയുന്ന ഒരപ്പനെ തൻ്റെ മക്കൾക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് അറിയാം. ഇന്ന് പകൽക്കാലം നീ ഏത് വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടുന്നോ ആ വിഷയത്തിനകത്ത് ദൈവം സർവശക്തനാണ്. ആവശ്യങ്ങളുടെ മേൽ ദൈവം നിന്റെ കലത്തിലെ മാവ് കുറയാതെ ഭരണിയിലെ എണ്ണ കുറയാതെ പോറ്റി പുലർത്തുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒന്നിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ഏത് വിഷയത്തിൽ നീ തകർന്നിരിക്കും, തലമുറകളോ മക്കളെക്കുറിച്ചോ കൊച്ചുമക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന മാതാപിതാക്കളാണെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തോടിരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേണ്ട കാര്യങ്ങൾ ഏത് വ്യക്തിയിൽ കൂടിയാ തരേണ്ടതെന്ന് ദൈവത്തിനറിയാം. അതിന് വേണ്ട കാക്കയെ നിൻ്റെ അടുക്കലേക്ക് അയക്കും. അതിന് വേണ്ട എല്ലാ വ്യക്തികളെ ദൈവം നമ്മുടെ അടുത്തേക്ക് അയക്കുവാൻ സർവശക്തനാണ്. ഏത് വിഷയത്തിൽ കൂടിയാണ് നീ കടന്നു പോകുന്നത് ആ വിഷയത്തിനകത്ത് ശാശ്വത പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവുണ്ട്. അതുകൊണ്ട് ഈ കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെ ഈ മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെ നമ്മളെ തകർക്കുവാൻ നോക്കുന്ന പൈശാചിക ശക്തിയെ നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശ വെച്ച് നിന്റെ മനസ്സൊന്ന് ഉറച്ചിരുന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ഈ ലോകത്തിലുള്ളവരെയും ഈ ലോകത്തിൻ്റെതായ അടിമകളായി കിടക്കുന്നവരെയും കണ്ട് നിന്റെ മനസ്സ് അസ്വസ്ഥമാകാതെ ദൈവത്തിങ്കിൽ പ്രത്യാശ വെച്ച് നിനക്കുള്ള സകല വാതിലുകളും ദൈവത്താൽ തുറക്കപ്പെടുമെന്നുള്ള ദൈവം ഇവിടെയും സ്വർഗത്തിലെയും ഭൂമിയിലെ നന്മ നിനക്ക് തരുമെന്നുള്ള ഉറച്ച മനസാക്ഷിയോടെ മുന്നോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ സകല ആപത്തുകളിലും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ കർത്താവ് അധികം മതിയായവനാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സകല ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്തുനിന്നും നമ്മളെ വിടുവിച്ച് അവൻ്റെ ഉള്ളംകരത്തിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻമറയിൽ മറയ്ക്കുന്നത് പോലെ ഇത്രത്തോളം നമ്മളെ മറച്ച് സൂക്ഷിച്ച് നമുക്ക് നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സഹോദരങ്ങളെ എല്ലാം പോറ്റി പോഷിപ്പിച്ച ദൈവം ഇനിയും നടത്തുവാൻ സർവശക്തനാണ്. അവൻ ജീവപര്യന്തം നമ്മളെ വിശ്വസ്തയോട് നടത്തുവാൻ അവൻ നമ്മുടെ നല്ലൊരു കർത്താവാണ്. അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. അതുകൊണ്ട് ഈ ശത്രുവിനെ തകർത്ത കർത്താവ് ഉയരത്തിലുണ്ട്. അവൻ്റെ തല തകർത്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ആ പിതാവിൽ നിന്ന് വന്ന ആ അത്യന്ത ശക്തി, പുത്രനിലേക്ക് വന്ന പുത്രനെ ജീവിപ്പിച്ച അത്യന്ത ശക്തി നമ്മുടെ അകത്തും വസിച്ച് നമ്മൾ ദൈവത്തിന് ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിൽപ്പാൻ തക്കവണ്ണം പിന്നെ നമ്മളെ സമ്പൂർണ്ണമായി താഴ്ത്തുക. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ഭാരപ്പെടാതെ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് പകൽക്കാലവും ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി താഴ്ത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ, ഇന്ന് നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്നു കർത്താവേ. ഹല്ലേലൂയ. ആയുസ്സും ആരോഗ്യവും എല്ലാം തന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ എണ്ണത്തിലൊന്നുപോലും കുറയാതെ ഞങ്ങളെ വിടുവിച്ച വിധങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു കർത്താവേ. ശത്രു കർത്താവെ, ഞങ്ങൾ ഏതൊക്കെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യണം, കർത്താവിന് വേണ്ടി ഞങ്ങൾ ജീവിച്ച് കർത്താവ് വരുമ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ എടുക്കപ്പെടുവാനും ഒരു കൂട്ടം ജനത്തെ ഒരുക്കുവാനും ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ വിശ്വസ്തയോട് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും കർത്താവെ ഞങ്ങൾ ബലഹീനമായി പോകുന്നു. ഞങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയി, ഞങ്ങൾ നിലംപരിചായിപ്പോയി. ഇനി ഞങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. പിശാച് ചെവിയിൽ ഞങ്ങളുടെ തന്ത്രപരമായി ഞങ്ങളെ ഓരോന്ന് നിരാശപ്പെടുത്തുമ്പോഴും മടുപ്പിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവമേ, നീ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രബലമായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തുന്ന ആ കരം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശത്രുവിൻ്റെ ആരവും ദുഷ്ടൻ്റെ ആ പ്രലോഭനത്തിൽ ഞങ്ങൾ പെട്ടുപോകുവാൻ അനുവദിക്കരുതേ. അവൻ ഞങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ അവനെ ജയിച്ച ജയം ഞങ്ങളുടെ അകത്തുണ്ട് എന്ന് ഉറച്ച കർത്താവെ ആ വിശ്വസ്തയോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതിനോട് അടുത്ത് വരികയില്ലെന്ന് പറഞ്ഞ ആ വാഗ്ദത്ത വചനം ഞങ്ങളെ കർത്താവെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ആ വചനം ഞങ്ങളിലേക്ക് ക്രിയ ചെയ്യുവാൻ ദൈവത്തോട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന ഈ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ
കർത്താവെ, ഇനി കേൾക്കുവാനിരിക്കുന്ന നിൻ്റെ മക്കളെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ വിഷയങ്ങൾ, അവരുടെ അവസ്ഥകൾ, അവരുടെ ആഗ്രഹങ്ങൾ, കർത്താവെ, അവരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ, അവരുടെ തലമുറകളെക്കുറിച്ചുള്ള ഭാരം, കർത്താവെ, കുടുംബത്തിലുള്ള വിഷമതകൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, ശൂന്യതകൾ, കർത്താവെ, മുന്നോട്ട് എങ്ങനെ സ്റ്റെപ്പ് വെക്കുമെന്ന് കഴിയാത്ത വേദനകൾ, രോഗങ്ങൾ, ക്ഷീണങ്ങൾ, കർത്താവെ, നിരാശകൾ, മടുപ്പിൻ്റെ അനുഭവങ്ങൾ, അതിൽ നിന്നൊക്കെ നിൻ്റെ മക്കളെ വിടുവിച്ച് ഉയരത്തിലുള്ള ദൈവത്തിലുള്ള പ്രത്യാശയോട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, മരണക്കെട്ടുകളിൽ നിന്നെല്ലാം നിൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. ആഴമേറിയ ദൈവപ്രവൃത്തി ഈ ദേശത്ത് വെളിപ്പെടുവാൻ 31 ജില്ലകളിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം എത്തപ്പെടുവാൻ തക്കവണ്ണം ആത്മാക്കളുടെ വിടുതലിനായി ഈ 25 ആരംഭം മുതൽ അതിനുള്ള സകല വിധമായ കർത്താവേ സ്തോത്രം വഴികളും വാതിലുകളും ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൂട്ടം പേര് കർത്താവെ വിടുവിക്കപ്പെടുവാനുണ്ടല്ലോ, അവരെയെല്ലാം വിടുവിപ്പാൻ സ്വർഗം സഹായിക്കണമേ. കോടിക്കണക്കിന് ജനത്തിൻ്റെ വിടുതലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉണർവിൻ്റെ കാറ്റ് ഈ ദേശത്തും അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ ആയിരിക്കുന്ന യുവാക്കന്മാർ, യുവതികൾ, കർത്താവെ, കോളേജുകൾ, സ്കൂളിലൊക്കെ പഠിക്കുന്ന ഞങ്ങളുടെ മക്കളോടങ്ങ് മനസ്സലിയണമേ. ഇവിടെ ആയിരിക്കുന്ന ശുശ്രൂഷകന്മാർക്കായി സ്തോത്രം. ഇവിടെയുള്ള മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, കർത്താവെ, ഭരണാധികാരി എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് എല്ലാ സകല ഗവൺമെൻറ്റിലുള്ള സകല കർത്താവെ സകല ഡിപ്പാർട്ട്മെൻറ്റുകളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്തോടങ്ങ് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും കൂടെ സകല ജനത്തിൻ്റെ മേൽ നിൻ്റെ ആശ്വാസവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. അപകട മരണങ്ങൾ, കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, എണ്ണത്തിൽ ഭവനത്തിൽ കുറഞ്ഞവരുടെ കർത്താവെ വേദനകൾ എല്ലാം നീ ഓർത്ത് കർത്താവ് അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, മിഷണറിമാർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കർത്താവെ യാത്രാവേളയിലൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൂടെ ഇരുന്ന് കർത്താവെ ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തുള്ള 28 സ്റ്റേറ്റ്, 9 കേന്ദ്രഭരണ പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സുവിശേഷകർ കർത്താവെ ജയിലറകളിൽ ഒരു കാരണവുമില്ലാതെ കർത്താവെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന, അറസ്റ്റിലായി കർത്താവെ അവരെ കൊണ്ടുപോയി ജയിലുകളിലൊക്കെ കഴിയുമ്പോഴും കർത്താവെ സ്തോത്രം, മോർദെഖായി കർത്താവെ ദൈവത്തിന് വേണ്ടി അതേ മോർദെഖായിയെ കഴുമരത്തിലാക്കുവാൻ ഹാമാനെ പോലെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു കൂട്ടം ജനത്തെ വിടുവിപ്പാൻ തക്കണം. എവിടെ പോയാലും അവിടെയും ദൈവനാമം മഹത്വപ്പെടുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കഷ്ടങ്ങളിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് വിടുവിച്ചാട്ട്. 5 ഭൂഖണ്ഡങ്ങളിലുള്ള ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. സകല ഭൂഖണ്ഡങ്ങളിൽ കർത്താവിൻ്റെ കരുണ വ്യാപരിക്കണം. ജനവാസയോഗ്യമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ദേശം, രാജ്യം, ലോകരാജ്യങ്ങളെ മൊത്തമായി പിന്നെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്നവരെ, കഷ്ടത അനുഭവിക്കുന്നവർ, കുണ്ട്രയിൽ കിടക്കുന്നവർ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവർ, കുരുടന്മാർ, ബദ്ധന്മാരെ ഒക്കെ വിടുവിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ നീതിയോടെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവേ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ അങ്ങ് ശക്തിയേറിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമാക്കി തീർക്കണമേ. അനേക കർത്തൃദാസന്മാർ കഷ്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവേ ശുശ്രൂഷ നിമിത്തം ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവേ. ശത്രു ഞങ്ങളെ തകർക്കുവാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കാൽവറിയിൽ അവൻ്റെ തലയെ തകർത്തതാണ്. ശത്രുവിൻ്റെ കർത്താവെ ആരവം കർത്താവ് തകർക്കുവാൻ തക്കവണ്ണം ദൈവം സർവശക്തനാകയാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ അനേക വ്യക്തി ജീവിതങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം പിശാച് വല വിരിച്ചിരിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും ശത്രുവിനെ കർത്താവെ മനസ്സിലാക്കി ഹല്ലേലൂയ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വല വിരിച്ചതിനകത്ത് ഞങ്ങൾ പെട്ടുപോകാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന്, നീതിയോടെ നിന്ന്, വിശുദ്ധിയോടെ നിന്ന്, നിഷ്കളങ്കതയോടെ നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുന്ന കാലമുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവേ സകലരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളിലും അങ്ങ് അത്ഭുത വിടുതൽ അയച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.